കേരളത്തിലെ ചെറുപ്പക്കാരികൾക്ക് നല്ല ബുദ്ധിയാണ്. വെറുതെയല്ല, ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള വ്യാവസായിക ശൃംഖലയിൽപ്പെട്ടവർ കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നു. 1.18 ലക്ഷം കോടിയുടെ പുതിയ വ്യവസായം കേരളത്തിൽ ആരംഭിക്കാമെന്ന് സമ്മതപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നു. ഇതാണ് കേരളം. കേരളത്തിലെ ചെറുപ്പക്കാരികൾക്ക് നല്ല ബുദ്ധിയാണ്, നല്ല ഐക്യമാണ്. ലോകത്തോട് ശക്തിയായ രീതിയിൽ കടപിടിക്കാൻ കഴിയുന്ന കരുത്തുള്ളവരാണ്. അപ്പോഴാണ് സ്റ്റാർട്ടപ്പ് മിഷൻ. വെറുതെയല്ല, സ്റ്റാർട്ടപ്പ് മിഷൻ. ആ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായി 15,000 സ്റ്റാർട്ടപ്പ് മിഷനുകൾ വരട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ 7,000-8,000 ബാക്കി വരും. ആശയങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഈ ആശയം മതിയോ, പണം വേണ്ടേ? അപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ചത്, കൊച്ചിയിൽ 26 രാജ്യങ്ങളിൽ നിന്ന് 2,500 ആളുകൾ പങ്കെടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്. പുതിയ കാഴ്ചപ്പാടാണ്. വെറുതെയല്ല, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കേരളം എങ്ങനെ മുന്നോട്ടേക്ക് പോകുമെന്നതിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളാണ്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 26 രാജ്യങ്ങളിൽ നിന്ന് 2,500 ആളുകൾ പങ്കെടുത്തു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെല്ലാം പോയി. വ്യവസായ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. എല്ലാവരും പോയി. 2 ദിവസം ചർച്ച നടത്തിയപ്പോ 1,52,000 കോടി നിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന പത്രം കിട്ടി. എന്ന് പറഞ്ഞാൽ ബോണ്ട് പോലെ എഴുതി വെച്ചു. എത്ര? 1,52,000. അപ്പൊ പണമില്ലാതെ പ്രശ്നം കേരളത്തിനില്ല. ആ 1,52,000 പുറമെ പിന്നീട് വന്ന ഓഫർ കൂടി കിട്ടിയപ്പോഴും രാജീവ് മന്ത്രി പറഞ്ഞത് ഇപ്പൊ 2 ലക്ഷം കടന്നു. ഈ 2 ലക്ഷം കടക്കുകയല്ല, ആ 2 ലക്ഷത്തിന് 27% പ്രൊജക്ട് ആരംഭിച്ചു. അപ്പോഴാ അതിന്റെ മഹത്വം മനസ്സിലാകാം. ഈ 2 ലക്ഷം കോടിയിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞവർ 27% പ്രൊജക്ട് ആരംഭിച്ചു. അതിനൊരു തടസ്സവും നമ്മുടെ മുമ്പിലില്ല. ഇതൊരു ഭാഗം. ദാവോസിൽ ഇതിനിടെ വലിയ ഒരു സമ്മേളനം ചേർന്നു, സാമ്പത്തിക സമ്മേളനം. ലോകത്തിലെമ്പാടും ഉള്ള ആളുകൾ പങ്കെടുത്തു. ഇവിടുന്ന് രാജീവൻ പോയി, നമ്മുടെ ചീഫ് സെക്രട്ടറി പോയി. തിരിച്ചു വന്നപ്പോ രാജീവിനോട് ചോദിച്ചപ്പോ രാജീവൻ പത്രത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്നോട് പറഞ്ഞു, സഖാബേ, നമുക്ക് വലിയ ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. ഞാൻ ചോദിച്ചു, എന്താണ്? ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള വ്യാവസായിക ശൃംഖലയിൽപ്പെട്ടവർ കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നു. 1.18 ലക്ഷം കോടിയുടെ പുതിയ വ്യവസായം കേരളത്തിൽ ആരംഭിക്കാമെന്ന് സമ്മതപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നു. 1.18 ലക്ഷം കോടി. ഇതാണ് കേരളം.